മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 30 തിങ്കൾ. സുതാര്യവും നിഷ്പക്ഷവുമായ സംവിധാനം എന്ന സ്ഥാനം നിലനിർത്തുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെടുന്നത് സംബന്ധിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അബദ്ധങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട 2 വിവാദങ്ങൾ ഉയർന്നു. അവ ഭരണഘടന നിഷ്കർഷിക്കുന്ന ജനാധിപത്യ പൗരാവകാശങ്ങൾ സംബന്ധിച്ച് മർമ്മപ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലെ നിഷ്പക്ഷതയും ജനാധിപത്യത്തിൻ്റെ ആത്മാവായ അഭിപ്രായ സ്വാതന്ത്ര്യവും അല്പാൽപമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന പൊതുധാരണയെ ശരിവയ്ക്കുന്നതാണ് ഇവ. 1. സംസ്ഥാന മുഖ്യ ഇലക്ഷൻ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് അയച്ച ഔദ്യോഗിക കത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ സീലിന് പകരം BJPയുടെ സീൽ കാണപ്പെട്ടതാണ്. അബദ്ധവശാൽ വന്നുപോയ ഒരു ക്ലറിക്കൽ എറർ ആണ് അതെന്ന് വിശദീകരിച്ച സംസ്ഥാന ഇലക്ഷൻ ഓഫീസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. അത് വെറുമൊരു നോട്ടപ്പിശകാണ് എന്ന വാദം അംഗീകരിക്കാൻ പൊതുസമൂഹത്തിന് സാധാരണ നിലയ്ക്ക് മടി തോന്നേണ്ടതില്ല. എന്നാൽ വലിയൊരു ആരോപണമായി അത് വികസിക്കാൻ കാരണമായത് ഇലക്ഷൻ കമ്മീഷനുള്ള വിശ്വാസക്കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. ഭരണകക്ഷിയോടുള്ള വിധേയത്വത്തിൻ്റെ അനേകം ഉദാഹരണങ്ങൾ തൃപ്തികരമായ വിശദീകരണങ്ങളില്ലാതെ നിലനിൽക്കെ നോട്ടപ്പിശകുകൾ മൂലം ബോധപൂർവമെന്നോ യാഥാർത്ഥ്യം അബദ്ധത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമാകുന്നതെന്നോ ഒക്കെ മനസ്സിലാക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. വിയോജിപ്പുകൾക്കെതിരെ തുടർന്നുണ്ടായ നടപടികൾ അത്തരം ധാരണ ശരിവയ്ക്കുന്ന രൂപത്തിലാണ് താനും. BJPയുടെ മുദ്രയുള്ള ഇലക്ഷൻ കമ്മീഷൻ കത്ത് സ്വാഭാവികമായും സമൂഹമാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതികരണമുണ്ടാക്കി. എന്നാൽ അത്തരം ചർച്ചകൾ നീക്കം ചെയ്യിക്കാൻ IT നിയമം 79(3)(b) വകുപ്പ് പ്രകാരം ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് തിടുക്കം കാട്ടിയത് നോട്ടപ്പിശകല്ലോ. അത്തരം ചർച്ചകൾ സാമുദായിക സൗഹാർദ്ദം തകർക്കും എന്നൊക്കെയുള്ള അധികൃത വാദത്തെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ജനാധിപത്യ സംവാദങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായുള്ള അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചതും പിന്നീട് പുനഃസ്ഥാപിച്ചു. അത് മറ്റൊരബദ്ധമായിട്ടാണ് വിശദീകരിക്കപ്പെട്ടത്. പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങൾ ഉയർത്തുന്നതും സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതുമായ മനോരമ ന്യൂസ് അഭിമുഖത്തിന്റെ ക്ലിപ്പ് നീക്കം ചെയ്യിച്ചതും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന പോലീസാണ്. ഈ സംഭവത്തിൽ പിണഞ്ഞ അബദ്ധം എന്തായിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചിട്ടുണ്ട്. വീഡിയോ നീക്കം ചെയ്യാനല്ല, പക്ഷേ സമൂഹ മാധ്യമ കമ്പനി അഥവാ മെറ്റ വീഡിയോ അടക്കം പിൻവലിച്ചു പോയതാണത്രേ. ഇവിടെയും ചോദ്യം ഉയരുന്നുണ്ട്. വിദ്വേഷം പരത്തുന്ന പോസ്റ്റുകൾ ആയിരക്കണക്കിന് വേറെയും കിടക്കുമ്പോൾ ഇവ മാത്രം പ്രശ്നമാകുന്നത് എങ്ങനെ? വിദ്വേഷ പോസ്റ്റുകൾ പരിശോധിക്കാനും നടപടിയെടുക്കാനും കമ്മീഷൻ സംവിധാനമുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കുറ്റമറ്റതാണോ? നീക്കം ചെയ്യും മുമ്പ് എതിർകക്ഷികളെ കേൾക്കാറുണ്ടോ? സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണവും അക്രമോത്സുക വർത്തമാനങ്ങളും തടയേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ജനാധിപത്യ സംവാദങ്ങൾ അടിച്ചമർത്താൻ അത് ന്യായമായിക്കൂടാ. സുതാര്യവും നിഷ്പക്ഷവുമായ സംവിധാനം എന്ന സ്ഥാനം നിലനിർത്തുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെടുന്നതാണ് പ്രശ്നത്തിന്റെ കാതൽ. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെതിരെ വ്യക്തമായ പരാതികളാണ് പ്രതിപക്ഷം ദേശീയ തലത്തിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഇത്ര വ്യാപകവും വ്യക്തവുമായ ആരോപണങ്ങൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉയർന്നിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനെ ചൊല്ലി ഉയർന്ന പരാതികൾക്ക് തൃപ്തികരമായ വിശദീകരണം ഉണ്ടായിട്ടില്ല. ആദ്യ 2 ഘട്ടങ്ങളിലെ അന്തിമ വോട്ടർ കണക്ക് പുറത്തുവിടാൻ 11 ദിവസമാണ് എടുത്തത്. അനേകം മണ്ഡലങ്ങളിൽ 5-6% അന്തരം വന്നതും സംശയമുയർത്തി. സുപ്രീം കോടതി തന്നെ കമ്മീഷനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. വോട്ട് ചെയ്തവരുടെ എണ്ണവും വോട്ടെണ്ണലിൽ കണ്ട മൊത്തം വോട്ടെണ്ണവും തമ്മിലെ വലിയ പൊരുത്തക്കേട് വിവാദമുണ്ടാക്കി. വോട്ടിംഗിന്റെ CCTV ദൃശ്യങ്ങൾ 1.5 മാസം കഴിഞ്ഞ് നീക്കം ചെയ്യുമെന്ന അനാവശ്യ തീരുമാനം സംശയം സൃഷ്ടിച്ചു. കർണാടകയിലും ഹരിയാനയിലും മറ്റും ഉയർന്ന വോട്ട് മോഷണ ആരോപണങ്ങൾ ഖണ്ഡിക്കപ്പെട്ടില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടം ആളും തരവും നോക്കി മാത്രം നടപ്പാക്കുന്ന രീതി നിലവിൽ വന്നു. വോട്ടർ പട്ടിക സംശുദ്ധമാക്കാനെന്ന പേരിൽ വിഭാഗീയമായി വോട്ട് നിഷേധം നടന്നതായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. വോട്ട് യന്ത്രവും VVPAറ്റും സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. SIR വഴി ലക്ഷക്കണക്കിന് യഥാർത്ഥ പൗരന്മാർക്ക് വോട്ടും പൗരത്വവും നിഷേധിക്കുന്നതായ പരാതി വർദ്ധിക്കുന്നു. മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ചട്ടമനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ഫലത്തിൽ ഭരണകക്ഷിക്ക് മാത്രമാണെന്നത് ആരോപണമല്ല, വസ്തുതയാണ്. കമ്മീഷന്റെ പ്രവർത്തന രീതിയും അതിനനുസൃതമാകുന്നത് സ്വാഭാവികവും. കമ്മീഷണർമാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ പാടില്ല എന്ന നിയമം നീതിന്യായത്തെ പുച്ഛിക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നതല്ല ഇതൊന്നും. കമ്മീഷന്റെ പ്രവർത്തനത്തെപ്പറ്റി അഭിപ്രായമോ വിയോജിപ്പോ പറയാൻ പോലും പാടില്ല എന്ന നിലപാട് സ്വീകാര്യമല്ല. കമ്മീഷനും അതിൻ്റെ കീഴിലെ പോലീസിനും പരിധികളില്ലാത്ത അധികാരമുണ്ട് എന്ന വിചാരവും അസ്വീകാര്യമാണ്. ഭരണഘടനാ സ്ഥാപനമാണ് എന്നും ഭരണഘടനയോടാണ് കൂറു പുലർത്തേണ്ടത് എന്നും ഓർമ്മയുണ്ടാകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെയാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.